വാദം പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധാരണഗതിയിൽ ആൾക്കാരുടെ ഒരു സംശയം. രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആൽബിൻ, തളിപ്പറമ്പ് മന്ന ഓർത്തോ കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ്. ഡോക്ടറെ, എന്താണ് വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ്? അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ഓരോ രോഗിയും വ്യത്യസ്തമായ ചികിത്സാ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ഓരോ വ്യക്തിക്കും വ്യക്തിഗത ചികിത്സാ പദ്ധതികളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അസുഖത്തിനനുസരിച്ച്. അതിൽ വ്യായാമം, മരുന്നുകൾ, ഫിസിയോതെറാപ്പി എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ചികിത്സാ രീതികൾ കൃത്യമായി പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ സജീവവും പ്രവർത്തനക്ഷമതമായ ഒരു ജീവിതമായിട്ട് രോഗികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എന്താണ് വാദം? എത്ര തരം വാദമുണ്ട്? വാദം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷൻ, അതിനോടൊപ്പം തന്നെ നീർക്കെട്ട്, വേദന, ഇത് മൂന്നിനും കൂടെ കൂടിയതിനെയാണ് ഒരു പർട്ടിക്കുലർ ജോയിൻറ്റിൻ്റെ ആർത്രൈറ്റിസ് എന്ന് പറയുക. ഇനി ഏതൊക്കെ തരത്തിലാണ് ആർത്രൈറ്റിസ് ഉള്ളത്? ആർത്രൈറ്റിസ് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഒന്ന് ഏജ് റിലേറ്റഡ് പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുതലായവ. അതല്ല ഡിസീസ് റിലേറ്റഡിൽ പെടുന്നതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആൻകിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് മുതലായവ. ഇനി എങ്ങനെ വാദത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഒന്ന്, ഏതെങ്കിലും മുട്ടിന് മാത്രമാണ് വേദന, അതിനോടൊപ്പം നമ്മുടെ വയസ്സ് 50 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുട്ടുവേദനയുടെ കൂടെ തന്നെ മറ്റ് ജോയിൻറ്റ്, ചെറിയ കയ്യിലെ വിരലുകൾക്കുള്ള വേദനകൾ, സ്റ്റിഫ്നെസ് അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ട്.